നമസ്കാരം. ASCC മാത്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ അഖിൽ. ഇന്ന് നടന്ന ഫയർമാൻ 10 ക്വസ്റ്റ്യൻ മാത്സ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ബഹുഭുജത്തിന്റെ ആന്തരിക കോണുകളുടെ തുക 2700 ആണ്. അതിന് എത്ര വശങ്ങളുണ്ട്? ശ്രദ്ധിക്കണം, ഒരു ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്: n-2 into 180. n എന്ന് പറഞ്ഞാൽ വശങ്ങളുടെ എണ്ണമാണ്. അപ്പം വശങ്ങളുടെ എണ്ണത്തിൽ നിന്ന് 2 കുറച്ച് 150 കൊണ്ട് ഗുണിച്ചാൽ ആന്തര കോണുകളുടെ തുക കിട്ടും. അതിവിടെ തന്നിട്ടുണ്ട് 2700. ഓക്കെ, അപ്പൊ ഈ ഇൻറ്റു ചെയ്തേക്കുന്ന 180 അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോകാം. അപ്പൊ നമുക്ക് n-2 കിട്ടും. 2700 ഡിവൈഡഡ് ബൈ 18, സോറി 180. ഈ 0 ഇവിടെ കട്ട് ചെയ്ത് നമുക്ക് മുകളിലും താഴെയും n-2 ദാരിസുകളുടെ മുകളിലും താഴെ ഒരു 9 വെച്ച് കട്ട് ചെയ്യാം. അപ്പൊ 27നെ 9 കൊണ്ട് കട്ട് ചെയ്താൽ 30 വരും. ബൈ 2, 30/2 എത്ര കിട്ടും? n-2 15 എന്ന് വരും. ശരിയല്ലേ? 27നെ 18നെ 9 വെച്ച് കട്ട് ചെയ്യാം. അപ്പൊ 9 3 27, 9 2 18, ഈ 0 കൂടെ ചേർത്ത് 30. 30/2 എന്ന് വരും. 30/2 15. n-2 ആണ് 15. അപ്പൊ n-ന്റെ വില 15 - 2 ഈക്വൽ സൈൻ്റെ അപ്പുറത്ത് കൊണ്ടുപോകണം. അപ്പൊ +2 വരും. 15 + 2 എത്ര? 17. അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ എന്ന് അന്വേഷിക്കണം. ഉണ്ട്. ഓപ്ഷൻ സി ഉത്തരം. രണ്ടാമത്തെ ചോദ്യം, ഒരു സ്കൂളിൽ 2401 വിദ്യാർത്ഥികളുണ്ട്. വരികളുടെ എണ്ണം നിരകളുടെ എണ്ണത്തിന് തുല്യമാകുന്ന തരത്തിൽ കുട്ടികളെ നിർത്തിയാൽ വരികളുടെ എണ്ണം എത്ര? അതായത് വരിയും നിരയും ഇപ്പൊ തുല്യമാണ്. വരിയും നിരയും തുല്യമാണെങ്കിൽ കുട്ടികളുടെ ഷേപ്പ് ഒരു സ്ക്വയർ ഷേപ്പ് ആയിരിക്കും. അപ്പൊ കുട്ടികളുടെ എണ്ണം ഉറപ്പായിട്ടും ഒരു സ്ക്വയർ നമ്പർ ആയിരിക്കും. സ്ക്വയർ നമ്പർ. ഓക്കെ, അപ്പം നിങ്ങൾ ഈ 2401 റൂട്ട് എടുത്താൽ നിങ്ങൾക്ക് വരികളുടെ എണ്ണം കിട്ടുന്നതായിരിക്കും. 2401 റൂട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക. 1 അന്നേരം ഇതിന്റെ ഏതിന്റെ സ്ക്വയർ ആണ് ഈ 2401 നോക്കിയാൽ മതി. നിങ്ങൾ ആലോചിക്കുക, 1 അവസാനിക്കുന്ന സ്ക്വയർ കിട്ടണമെങ്കിൽ ഒന്നുകിൽ 1 അല്ലെ 49. അപ്പം 41ന്റെ സ്ക്വയർ ആണോ ഇതൊന്ന് ചെക്ക് ചെയ്യും. 41 × 1 അടിച്ചു നോക്ക്. 41 1 1 1 1 4 4 1 4 4 1 4 4 16 1 8 6 1 1681 ഉള്ളു. അപ്പൊ 41 അല്ല, പിന്നെ 49 തന്നെ ഉത്തരം. ഓക്കെ, അപ്പൊ 49ന്റെ സ്ക്വയർ ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയോ. ഉത്തരമാണ്, അത് കറുപ്പിച്ചിട്ട് ചെയ്താൽ മതി. ബാക്കി രണ്ടും എന്തായാലും അല്ല. 9 9 81. കാര്യം എന്താന്ന് വെച്ചാൽ ബാക്കിയുള്ളതിന്റെ സ്ക്വയർ 1 അവസാനിക്കുന്നത്. അതുകൊണ്ടാണ് 9 9 81 8 9 36 8 44 36 8 44. ഓക്കെ, 9 36 3 4 16 3 19 1 6 4 10 1 14 14 2 2401. അപ്പൊ 49 8. വരി നിരയും തുല്യമാണെങ്കിൽ ടോട്ടൽ കുട്ടികളുടെ എണ്ണം തന്നിട്ടുണ്ട്. അതിന്റെ റൂട്ട് എടുക്കുന്നത് ഉത്തരം. അപ്പൊ 49 വരിയുണ്ട്. ഓരോ വരിയിലും 49 കുട്ടികളും ഉണ്ട്. ഓക്കെ, അത്രയേ ഉള്ളു. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ചോദ്യം, 3 വ്യത്യസ്ത റോഡ് ക്രോസിങ്ങുകളിലെ ട്രാഫിക് ലൈറ്റുകൾ യഥാക്രമം ഓരോ 48 സെക്കൻഡിലും 60 സെക്കൻഡിലും 72 സെക്കൻഡിലും മാറുന്നു. രാവിലെ 7 മണിക്ക് അവ ഒരേ സമയം മാറിയാൽ ഏത് സമയത്താണ് വീണ്ടും ഒരേ സമയം മാറുക? ശ്രദ്ധിക്കണം, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ, അതായത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനം ഒരേ സമയത്ത് സംഭവിച്ചു, പിന്നീട് ഒരേ സമയത്ത് സംഭവിക്കുന്നത് എപ്പോഴേ എന്നുള്ള ആശയത്തിൽ നിൽക്കുന്ന ക്വസ്റ്റ്യൻ. ഇപ്പൊ 3 ലൈറ്റുകൾ ഒരേ സമയം മാറുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനല്ല, ഇത്ര ഇടവേളകളിൽ മാറുന്നു എന്ന് പറയുന്നുണ്ട്. ഇവ ഒരുമിച്ച് മാറി, ഇനി പിന്നീട് എപ്പോൾ ഒരുമിച്ച് മാറും എന്ന് കണ്ടെത്താൻ നിങ്ങൾ ഇതിന്റെ LCM കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അതായത് 48ന്റെ 60ന്റെ 72ന്റെ LCM എല്ലാത്തിനെയും നമുക്ക് 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 48നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 കിട്ടും. 60നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5, 72നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 6. 12 6 72 അല്ലേ? ഇനി നമുക്ക് എല്ലാത്തിനെയും പറ്റിയില്ലെങ്കിലും 4നെ 6നെ 2 കൊണ്ട് പറ്റും. അപ്പൊ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2, 5നെ പറ്റത്തില്ല. 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3. ഇനി ഏതെങ്കിലും 2 എണ്ണത്തിനെങ്കിലും പറ്റുമോ? ഇല്ല. അപ്പൊ നമുക്ക് LCM എഴുതാം. ഈ 2 5 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. 10, 3 × 2 6, പിന്നെ 12. ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ 12 6 72 × 10 720 സെക്കൻഡ്. അതായത് 720 സെക്കൻഡ് കഴിയപ്പം ഇവ ഒരുമിച്ച് മാറിക്കോളും. 720 സെക്കൻഡ് കഴിയപ്പം ഇവ ഒരുമിച്ച് മാറിക്കോളും. ഓക്കെ, ക്ലിയർ ആണേ? 720 സെക്കൻഡ്. ഇനി അടുത്തത്, ഈ സെക്കൻഡിനെ നമുക്ക് മിനിറ്റ് ആക്കണം. അപ്പൊ സെക്കൻഡിനെ നിങ്ങൾ 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ അതങ്ങ് മിനിറ്റ് ആയിക്കോളും. അപ്പൊ 720 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 720 ഡിവൈഡ് ബൈ 60. 0 0 കട്ട് 72/6 എത്ര?
12 സെക്കൻഡ്, മിനിറ്റ്. സെക്കൻഡിനെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, മിനിറ്റ് ആയിക്കോളും. അപ്പം 12 0 കട്ട് 72/6 12 മിനിറ്റ് കഴിയപ്പം ഇവർ ആൾറെഡി ഒരുമിച്ച് മാറും. അതായത് 7 മണിക്ക് ഇവർ ഒരുമിച്ച് മാറിയിട്ടുണ്ടെങ്കിൽ ഇനി 12 മിനിറ്റ് കൂടെ കഴിയപ്പോൾ എത്ര മണിയാവും? 7:12 ആവും. അപ്പൊ 7:12 ഇവ വീണ്ടും ഒരുമിച്ച് മാറും. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? LCM എടുത്താൽ മതി. LCM കണ്ടുപിടിച്ചിട്ട് ഇപ്പൊ ഇത് സെക്കൻഡിലാണ് കിട്ടിയത്, 60 കൊണ്ട് ഡിവൈഡ് ചെയ്ത് മിനിറ്റ് ആക്കി 7:12 ആകുമ്പോൾ ഇത് ഒരുമിച്ച് മാറും. അപ്പൊ നമ്മുടെ 7:12 ഓപ്ഷനിലുണ്ട്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓക്കെ, 12 മിനിറ്റ് കഴിയപ്പോൾ ഇത് ഒരുമിച്ച് മാറിക്കോളൂ. 7 മണിക്ക് ഇത് ഒരുമിച്ച് മാറി. പിന്നെ 12 മിനിറ്റ് കഴിയപ്പോൾ ഇനി ഓരോ 12 മിനിറ്റിലും ഇതിങ്ങനെ ഒരുമിച്ച് മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പൊ 7 മണി കഴിഞ്ഞാൽ പിന്നെ അടുത്ത 7:12, ഉത്തരം 7:12. പിന്നെ അടുത്തൊരു കാര്യമുണ്ട്, 7:24 ഇത് ഒരുമിച്ച് മാറും കേട്ടോ. പിന്നീട് അവ രാവിലെ 7 മണിക്ക് അവ ഒരേ സമയം മാറിയാൽ ഏത് സമയത്താണ് വീണ്ടും ഒരേ സമയം മാറുക? അപ്പൊ 7:12 അവർ ഒരുമിച്ച് മാറി. പിന്നെ ഒരു 12 മിനിറ്റ് കൂടെ കഴിഞ്ഞ് 7:24 അവർ ഒരുമിച്ച് മാറും. എന്ന് വെച്ചാൽ പിന്നീടെന്നൊരു വാക്ക് ഈ ചോദ്യത്തിനകത്തില്ല. 7 മണിക്ക് അവ ഒരേ സമയം മാറിയാൽ ഏത് സമയത്താണ് അവ വീണ്ടും ഒരേ സമയം മാറുക? 7:12 മാറും, 7:24 മാറും, പിന്നെ വീണ്ടും 12 കൂട്ടി 7:36 മാറും, പിന്നെയും 12 കൂട്ടി 7:48 മാറും. പിന്നീട് എപ്പോഴാണെന്ന് ചോദിച്ചാൽ മാത്രം തൊട്ടടുത്ത നിയറസ്റ്റ് സമയം 7:12 LCM കൂട്ടിയാൽ മതി. ഓക്കെ, നാലാമത്തെ ചോദ്യം, ഒരു ഫ്ലവർ വേസിന്റെ വില 120 രൂപയാണ്. എന്നുവെച്ചാൽ അതിന്റെ വില എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസ് നമുക്ക് തൽക്കാലം കണക്കാക്കാം കേട്ടോ. കടയുടമ അത് 10% നഷ്ടത്തിന് വിൽക്കുകയാണെങ്കിൽ വിറ്റ വില. അപ്പൊ അത് ലോസിനാണ് വിറ്റത്. ലോസ് എന്ന് പറഞ്ഞാൽ 10%. അപ്പൊ 10% ലോസിന് വിറ്റെന്ന് പറഞ്ഞാൽ അതിനർത്ഥം വിറ്റ വില എത്ര ആയിരിക്കണം? 90%. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 90%, കാരണം വിറ്റ വില 90%. കോസ്റ്റ് പ്രൈസ് എപ്പോഴും 100% ആണെന്ന് നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം. കോസ്റ്റ് പ്രൈസ് 100% അതാണ് 120 രൂപ. നമുക്ക് കണ്ടെത്തേണ്ടത് സെല്ല് ചെയ്യപ്പെട്ട പ്രൈസാ വിറ്റ വില, അത് 90% അത് കാൽക്കുലേറ്റ് ചെയ്യണം. നിങ്ങൾ ആലോചിക്കണം, 90% 120 ആണെങ്കിൽ 90% 120 ആണെങ്കിൽ അങ്ങനല്ല, 100% 120 ആണെങ്കിൽ 90% എത്രയാണെന്ന് കണ്ടെത്തണ്ടേ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് ക്രോസ് ചെയ്ത് ഗുണിച്ചിട്ട് ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതായത് 90ഉം 120ഉം കൂടെ ക്രോസ് ചെയ്തങ്ങ് ഗുണിക്കുക. എന്നിട്ട് ക്രോസ് ചെയ്ത് നിൽക്കുന്ന രണ്ട് സംഖ്യകൾ ഗുണിക്കുകയും ഈ ഒറ്റയ്ക്ക് നിൽക്കുന്ന സ്ഥാനം ഇങ്ങനെ 2 ക്രോസ് വരെ വരയ്ക്കപ്പോഴേ ഈ എതിരെ നിൽക്കുന്ന 2 എണ്ണം ഗുണിക്കുകയും ഈ ഒറ്റയ്ക്ക് നിൽക്കുന്നത് കൊണ്ട് ഹരിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഉത്തരം ഇതായിരിക്കും. 90% എത്രയാണെന്നായിരിക്കും. ഈ 2 0 ഇതുമായിട്ട് കട്ട് 12 × 9 90 18 108. അതായത് 108 രൂപയ്ക്കാണ് അവിടെ വിൽപ്പന നടന്നത്. ഓപ്ഷൻ സി. നിങ്ങൾ ആലോചിച്ച് നോക്ക്, 120 രൂപയുടെ സാധനം 10% ലോസ് സംഭവിച്ചു. 120ന്റെ 10 എത്ര? 12 ലോസ് സംഭവിച്ച്. അപ്പൊ ബാക്കി എത്ര? 108 അവിടെ വിൽപ്പന നടന്നു. ഇത്രയേ ഉള്ളൂ സാധനം. 120 രൂപയുടെ സാധനം 10% ലോസായി. അപ്പൊ 120ന്റെ 10 12. അപ്പൊ 120 12 ലോസിലാണ് വിറ്റത്. അപ്പൊ 120 12 കുറച്ചാൽ 108 വിറ്റത്. ഉത്തരം ഓപ്ഷൻ സി. അഞ്ചാമത്തെ ചോദ്യം, ഒരു AP-യുടെ ആദ്യത്തെ പദം ഡാഷും അവസാനത്തെ പദം 146 ആണ്. AP-യുടെ ആകെത്തുക 7171 ആണെങ്കിൽ പദങ്ങളുടെ എണ്ണം എത്ര? ഈ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടുപിടിക്കുന്നത് സാധ്യമല്ല എന്നുള്ളതാണ് സത്യം. ഇവിടെ AP-യുടെ ആദ്യത്തെ പദം തന്നായിരുന്നേ നമുക്ക് ഈ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്താമായിരുന്നു. പക്ഷെ ആദ്യത്തെ പദം തരാത്ത സ്ഥിതിക്ക് ഈ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടുപിടിക്കുന്നത് പ്രായോഗികമായ കാര്യമല്ല കേട്ടോ. പ്രായോഗികമേ അല്ല, നോക്കേണ്ട കാര്യമില്ല. എന്നിരുന്നാൽ പോലും നമ്മളൊന്ന് ട്രൈ ചെയ്യുവാണ്. നിങ്ങൾ കൂടെ നിന്ന് സഹകരിച്ചോളുക. നിങ്ങൾക്ക് വേണ്ട എങ്കിൽ ഈ ചോദ്യത്തിന് ഉത്തരവില്ല, ഇത് ക്യാൻസലായി പോകാൻ പോകുന്ന ചോദ്യമാണ് ഉറപ്പ്. അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തോ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് വെക്കോ. അല്ലെങ്കിൽ ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഒരു AP-യിലെ ആദ്യത്തെ പദം തന്നിട്ടില്ല, എന്ന് വിളിക്കാം. ഓക്കെ, എന്ന് വിളിച്ച് അവസാനത്തെ പദം 146 ആണ്. AP-യുടെ ആകെത്തുക 7171 ആണെങ്കിൽ പദങ്ങളുടെ എണ്ണം എത്ര? ശ്രദ്ധിക്കുക, ഒരു AP-യുടെ തുക കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. അവസാന പദമൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ n/2 × ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. ഇത് നമുക്ക് തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആയിട്ട് എടുക്കാം. അത് തന്നിട്ടുണ്ട് ഇവിടെ 7171. ഓക്കെ, ഇവിടെ n എത്രയാണെന്ന് നമുക്ക് അറിയത്തില്ല. n/2 × ആദ്യ പദം എത്രയാണെന്ന് നമുക്ക് അറിയത്തില്ല, പ്ലസ് l നമുക്കറിയാം, ലാസ്റ്റ് ടേം 146. ദാറ്റ് ഈസ് ഈക്വൽ 7171. ഈ ബൈ 2 നമുക്ക് അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോകാം. അപ്പൊ n × a പ്ലസ് 146. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 അങ്ങ് അപ്പുറത്തോണ്ടേ മൾട്ടിപ്ലൈ ചെയ്യാം, ഇതിന്റെ ഡബിൾ ആവും.
ഒന്നിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2, 7 2 14 4 ബാക്കി 1, 1 2 2 1 3, 7 2 14. ഓക്കെ, 14,342 എന്ന് കിട്ടും. ഇനി നിങ്ങൾ നോക്കുക, ഇനി നമുക്ക് ഇത് സോൾവ് ചെയ്യുന്നത് സാധ്യമല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ എന്നും എയും രണ്ടും വേരിയബിൾ ആണ്. n ഒരു പൂർണ്ണസംഖ്യ ആയിരിക്കും, കാരണം അത് എണ്ണമാണ്. a പൂർണ്ണസംഖ്യ ആകണം എന്ന് നിർബന്ധമില്ല AP-യിൽ. ഓക്കെ, അതുകൊണ്ട് തന്നെ n-ന് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്ത് n-ന് ഇന്ന് ഏത് വില ഇട്ട് കൊടുത്താലും a-ക്ക് ഒരു വില കിട്ടും. n-ന് ഏത് വില ഇട്ട് കൊടുത്താലും a-ക്ക് ഒരു വില കിട്ടും, കാരണം a പൂർണ്ണസംഖ്യ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കേട്ടോ. അപ്പൊ ഈ ചോദ്യത്തിന് ഉത്തരവില്ല. ഇൻ കേസ് നിങ്ങൾക്ക് ഈ ഓപ്ഷനിൽ ഒരു ഉത്തരം കിട്ടിയേ പറ്റൂ എന്ന് നിർബന്ധമാണെങ്കിൽ നമുക്ക് വീണ്ടും തുടരാവുന്നതാണ്. നിങ്ങൾ നോക്ക്, നമ്മുടെ ഈ A+146 ഈ n അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോകാം. അപ്പൊ 14,342/n എന്ന് കിട്ടും. ഇതിനെ n കൊണ്ട് ഡിവൈഡ് ചെയ്യപ്പോൾ നിങ്ങൾക്ക് ഒരു പൂർണ്ണസംഖ്യ കിട്ടിയ ഈ A+146 സോൾവ് ചെയ്തപ്പോൾ എക്ക് ഒരു പൂർണ്ണസംഖ്യ കിട്ടും. ഇതിങ്ങനെ ഒരു ഡിവിഷൻ സാധ്യമാകുന്നുണ്ടെങ്കിൽ, ഇതിന് n-ന് ഒരു വില ഇട്ട് കൊടുത്ത് ഈ ഡിവിഷൻ സാധ്യമാകുന്നുണ്ടെങ്കിൽ എക്ക് ഒരു പൂർണ്ണസംഖ്യ കിട്ടും. അപ്പൊ n-ന് ഓരോ വില നിങ്ങൾക്ക് ഓപ്ഷനിൽ നിന്ന് ചൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ആദ്യം n-ന്റെ ഫസ്റ്റ് ഓപ്ഷൻ എ ആയ 101 n-ന് ഉപയോഗിക്കാൻ പോവാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ 14,342-നെ നമ്മൾ n കൊണ്ട് ഹരിക്കാൻ പോവാണ്. n കൊണ്ട് ഹരിക്കപ്പോൾ ശിഷ്ടം 0 വന്നാൽ ഇതിനെ ഒരു പൂർണ്ണസംഖ്യയിലോട്ടെത്തും, a സോൾവ് ചെയ്യാനും പറ്റും. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ 14,342-നെ ആദ്യത്തെ ഓപ്ഷനായ n-ന്റെ വില ഫസ്റ്റ് ഓപ്ഷൻ 101 ചൂസ് ചെയ്യുവാണ്. 101. അപ്പൊ ഒരു 101, ബാക്കി 2 4, ബാക്കി 4 വട്ടം. അപ്പൊ 404 എന്ന് കിട്ടുന്ന 0 2 2 2 വട്ടം 202 0. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ A+146-ന് n-ന്റെ വില 101 ആണെങ്കിൽ ഇതേ ബൈ 101 നിങ്ങൾക്ക് 142 ഇവിടെ കിട്ടുകയും എയുടെ വില 142 - 146 -4 കിട്ടി ഒരു പൂർണ്ണസംഖ്യ കിട്ടുകയും ചെയ്യും. ഇനി വേറെ ഏതെങ്കിലും ഓപ്ഷനിൽ പൂർണ്ണസംഖ്യ കിട്ടും. അപ്പൊ ഇതിനൊരു ചാൻസ് ഉണ്ട്, കറുപ്പിക്കാൻ പറ്റത്തില്ല, കാരണം എയുടെ വില 101-ൽ പൂർണ്ണസംഖ്യ ആവുന്നുണ്ട്. ഇനി നമുക്ക് ബി ആയ 103 ഇട്ട് കൊടുക്കാം. അതായത് 14,342-നെ 103 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഒരു 103 0 4 4 തൊട്ട് തുടങ്ങും, ഇല്ല 3 തൊട്ടം. അപ്പൊ 3 9 0 3 9 5 14, 9-ന് 0 പോയ 9 95 2 9 തൊട്ട് അടങ്ങും 927. ശിഷ്ടം ഇവിടെ വന്നല്ലോ, ശിഷ്ടം എത്രാണ്ട് വരും ഇവിടെ? 7 5 12, 4-ന് 2 പോയ 2 25 ശിഷ്ടം വരും. അപ്പം ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യപ്പോൾ ഒരു പൂർണ്ണസംഖ്യ കിട്ടത്തില്ല. അപ്പൊ പൂർണ്ണസംഖ്യ കിട്ടാതിരിക്കുന്നത് കൊണ്ട് 176 അപ്പുറത്ത് പോകുമ്പോൾ ഒരു ഫ്രാക്ഷൻ ആയി തീരും. അപ്പൊ എക്ക് ഫ്രാക്ഷൻ ആയിക്കൂടാന്ന് നിർബന്ധമില്ല. ഓക്കെ, പക്ഷെ എക്ക് ഫ്രാക്ഷൻ ആവുന്നില്ല എന്ന് നമ്മളങ്ങ് വിചാരിച്ച, ഫ്രാക്ഷൻ അല്ല ഒരു നല്ല നമ്പറാണ് എന്ന് വിചാരിച്ച ഓപ്ഷൻ ബി വെട്ടിക്കളയാം. അത് ചോദ്യം തരണമായിരുന്നു, ചോദ്യം അങ്ങനെയൊന്നും തന്നിട്ടൊന്നുമില്ല, അതുകൊണ്ട് ഓപ്ഷൻ ബി അല്ല. ഈ 14,342-നെ 105 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 14,342-നെ 105 കൊണ്ട് ഒരിക്കലും ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം എന്താണെന്ന് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ 105-ന്റെ ഒരു മൾട്ടിപ്പിൾ ആയാലേ പറ്റൂ. 105-ന്റെ മൾട്ടിപ്പിൾ 105 210 അങ്ങനെ പോകും. 315. കാര്യം എല്ലാം 5ഓ 0-ലോ അവസാനിച്ചുകൊണ്ടിരിക്കും. ഇത് 5ഓ 0-ലോ അല്ലല്ലോ. അപ്പൊ 105 കൊണ്ട് പറ്റത്തില്ല. അപ്പൊ ഓപ്ഷൻ സിയും തൽക്കാലം അല്ല എന്ന് പറയാം. പിന്നെ നമുക്ക് 107 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഒരു 107 7 7 6 13 3 4, പിന്നെ 4 അടിക്കാം, 3 അടിക്കാം. അപ്പൊ 328, 8 6 14, 5-ന് 2 പോയ 1 2, ഒരു 107 ശിഷ്ടം വന്ന് 107 കൊണ്ടും പറ്റത്തില്ലെന്ന് പറയാം. അപ്പൊ നിങ്ങൾക്കൊരു ഉത്തരം കറുപ്പിക്കണമെങ്കിൽ ഓപ്ഷൻ എ ആയിരിക്കും. ഇതിന്റെ ആൻസർ കീയിലും ഒരുപക്ഷെ ഓപ്ഷൻ എ 101 ആവാനാണ് സാധ്യത. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് 99.9%. ആറാമത്തെ ചോദ്യം, ഒരു കോഡ് ഭാഷയിൽ GO അതിനെ 32 എന്നും GO അതിനെ നമ്മൾ 32 എന്ന് എഴുതി. അപ്പൊ ജിയുടെ നമ്പർ 7 ആണ്, ഓയുടെ നമ്പർ 15 ആണ്. 15 7 കൂടെ കൂട്ടിയാൽ നിങ്ങൾക്ക് 22 കിട്ടും. 22 10 32. ഓക്കെ, 22-നോടൊപ്പം 10 കൂട്ടിയ 32 കിട്ടും. എവിടെ ഇരിക്കട്ടെ. ഷീ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. ഷീ എന്ന് പറഞ്ഞാൽ
49 തന്നേക്കുന്നത്. എസ് 19ാമത്തെ ലെറ്റർ, എച്ച് 8ാമത്തെ ലെറ്റർ, ഈ 5ാമത്തെ ലെറ്റർ, 8 5 13, 13 19 കൂടെ ആഡ് ചെയ്ത് 12 1 32 കിട്ടും. പക്ഷെ 32നോടൊപ്പം നിങ്ങൾക്ക് 17 കൂട്ടണം അല്ലേ? ഇപ്പൊ ഇവിടെ ഒരു 17 കൂട്ടി, ഇവിടെ ഒരു 10 കൂട്ടി. അങ്ങോട്ട് ശ്രദ്ധിക്കേ, ഒരു ചെറിയൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ചെറിയൊരു കാര്യം. അപ്പൊ G7 ആണ്, O15 ആണ്. ഇതിനകത്തെ കഥ എന്താണെന്ന് ചോദിച്ചാലേ, ഇതിനകത്ത് ഏറ്റവും മഹത്തരമായ കഥ, അവര് നമുക്ക് Gയുടെ 7 അല്ല അവർ ഉപയോഗിച്ചേക്കുന്നത്, Oയുടെ 15 അല്ല അവർ ഉപയോഗിച്ചേക്കുന്നത് കേട്ടോ. ഓക്കെ, Oയുടെ 15 അല്ല അവർ ഉപയോഗിച്ചേക്കുന്നത്. നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ. നമ്മൾ A മുതൽ Z വരെ എഴുതാം. ABCDEFGHIJKL M. എമ്മെ കൊണ്ടുവന്ന് നിർത്തുക, എന്നിട്ട് ബാക്കി ഇങ്ങോട്ട് എഴുതി പോരുക. NOPQRSTUVWXYZ. ഇനി ഇതിന് നമ്പരൂടെ കൊടുക്കുക. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26. ഇങ്ങനെ നമ്പരൂടെ കൊടുക്കുക. ഇനി അവർക്ക് ജിയുടെ നമ്പർ 7ഉം ഓയുടെ നമ്പർ O15 ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് നടന്നില്ല. പക്ഷേ ഈ ജിയുടെ നമ്പർ 7 അല്ലാതെ ജിക്ക് നിങ്ങൾക്ക് 20 കൊടുക്കാൻ പറ്റും. അതിന്റെ റിവേഴ്സ് ഓർഡറിലെ നമ്പരാ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ കിടക്കുന്നത്. ഇതേ പോണക്ക് എഴുതിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് അത് പിടിക്കാൻ പറ്റും. ജിയുടെ നമ്പർ 7, അതിന്റെ റിവേഴ്സ് ഓർഡറിലുള്ള നമ്പർ, അതായത് ഇസഡിന് 1, വൈക്ക് 2 കണ്ടോ, എക്സിന് 3, ഇസഡിന് 4, അങ്ങനെ കൊടുത്തു വരാൻ നേരത്ത് ഈ ജിക്ക് വരാൻ പോകുന്ന നമ്പർ 20 ആയിരിക്കും. അതിന്റെ ഓപ്പോസിറ്റ് നമ്പർ കൊടുത്തത് അവര്. നോക്ക്, GO അതിന്റെ 32 അവർ പറഞ്ഞേക്കുന്നത്. ജിക്ക് അവർ 7 അല്ല കൊടുത്ത, പകരം 20 കൊടുത്ത്. ഓയ്ക്ക് അവർ 15 അല്ല കൊടുത്ത, പകരം 12 കൊടുത്ത്. ഈ 20 12 കൂടെ ആഡ് 32 കിട്ടത്തില്ലേ? അതവർ പരിപാടി അടിച്ചു വെച്ചത്. അതായത് എസിന് അവർ കൊടുത്തത് 19 അല്ല, പകരം എന്തുവാ, എസിന് 19 അല്ല കൊടുത്തത്, 8. എച്ചിന് അവർ കൊടുത്തത് 8 അല്ല, പകരം 19. ഇക്ക് അവർ കൊടുത്തത് 5 അല്ല, പകരം 22. ഇത് കൂട്ടി നോക്കിക്കോ. 19 8 27, 22 9 4 49 കണ്ടോ. ഇത് 3 കൂടെ 8ഉം 19 22 കൂടെ കൂട്ടുമ്പോൾ 49 കിട്ടത്തില്ലേ? കിട്ടും. മനസ്സിലായോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് സം SOME അതിന്റെ കോഡ് കണ്ടുപിടിക്കാം. എസിന്റെ ലെറ്റർ എത്രയാണെന്ന് നമ്മൾ പറഞ്ഞ, എസിന് 19 അല്ല, പകരം 8 കൊടുക്കണം. എസിന് 19, പക്ഷെ അതിന്റെ റിവേഴ്സ് ഓർഡറിലുള്ള നമ്പർ കൊടുക്കണം, 8. ഓയ്ക്ക് 15 അല്ല, പകരം 12 കൊടുക്കണം, 12. എമ്മിന് 13 അല്ല, പകരം 14 കൊടുക്കണം. ഇക്ക് 5 അല്ല, പകരം 22 കൊടുക്കണം, 22. ഓക്കെ, ഇനി കൂട്ട്. 22ഉം 8ഉം 30 പ്ലസ് 14 12 26, ടോട്ടലി 56. ഓപ്ഷൻ എ ഉത്തരം. ഇതെനിക്ക് എങ്ങനെ മനസ്സിലായെന്ന് നിങ്ങളടുത്ത് പറഞ്ഞു തരട്ടെ. ഒരു സീക്രട്ടാണത്, സീക്രട്ട് കണ്ടോ. ഈ കാൽക്കുലേഷൻ ഇതാ എനിക്കത് മനസ്സിലായത്. അതെങ്ങനെയാണെന്ന് വെറുതെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. അപ്പൊ ഞാൻ നോർമലി എസ് 19 എച്ച് 8 ഈ 5 നമുക്കറിയാം. അപ്പൊ ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 32 കിട്ടി. പക്ഷെ 32 പ്ലസ് 17 അടിച്ചപ്പോഴാണ് 49. ഈ 17ഉം ഇതും തമ്മിൽ യാതൊരു ബന്ധവും കാണുന്നില്ല. അപ്പൊ റിവേഴ്സ് ഓർഡറിലാണോ എന്ന് നമുക്കൊന്ന് അന്വേഷിക്കാം. അന്വേഷിക്കാൻ നിങ്ങൾ ഇത് ഫുൾ എഴുതി നോക്കണമെന്നില്ല, ബുദ്ധിപരമായി മറ്റൊരു നീക്കം നടത്തിയാലും മതിയാവും. എന്തുവാണെന്ന് പറയട്ടെ. നിങ്ങൾ ആദ്യം ഇതിനകത്ത് എത്ര ലെറ്റർ ഉണ്ടെന്ന് നോക്കണം. 1 2 3 3 ലെറ്റർ, 26 ലെറ്റർ മൊത്തത്തിലുള്ള. അപ്പൊ 27 എടുക്കണം. 27നെ നിങ്ങൾ 3 കൊണ്ട് ഗുണിക്കണം. 7 3 21, 2 3 2 6 7 8 81. ഈ 81ന്ന് ഈ ടോട്ടൽ കുറച്ചാൽ അവർ തന്നേക്കുന്നത്, സോറി, ഈ ഒറിജിനൽ ടോട്ടൽ ഉണ്ടല്ലോ, ഈ ഒറിജിനൽ ടോട്ടൽ കുറച്ചാൽ ഇത് കിട്ടുമെങ്കിൽ റിവേഴ്സ് ഓർഡർ നമ്പരാ. അതായത് ഒറിജിനൽ S 19 H 8 ഈ 5 ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 32 കിട്ടുന്നത്. മൊത്തം 1 2 3 3 ലെറ്റർ. അപ്പൊ 27 × 3 81. ആ 81ന്ന് 32 കുറച്ചാൽ 9 2 11
7 ൽ നിന്ന് 3 പോയാൽ 4. ഈ 49 ആയിരിക്കും അവരുടെ റിവേഴ്സ് ഓർഡർ നമ്പർ. മനസ്സിലായോ? നിങ്ങൾ നോക്ക്, ജിയുടെ 7 O 15, 15 7 22 നോർമൽ നമ്പർ. റിവേഴ്സ് ഓർഡറിലെ നമ്പർ എങ്ങനെ കണ്ടെത്താം? റിവേഴ്സ് ഓർഡറിലെ നമ്പർ ഇവ മൊത്തം 2 ലെറ്റർ ഉള്ളത്. അപ്പൊ 27 × 2 അടിക്കുക, 54. അതിൽ നിന്ന് നോർമൽ നമ്പർ കുറച്ചാൽ മതി. 2 5 ൽ 2 പോയാൽ 3, 32. ഇതായിരിക്കും റിവേഴ്സ് ഓർഡറിലെ നമ്പർ. പിടി കിട്ടിയോ? ഓക്കെ, ജസ്റ്റ് വെറുതെ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ചിന്തിച്ച കഥ പറഞ്ഞു തന്നെന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത ദിവസം 7ാമത്തെ ചോദ്യം. എ എന്നത് ബിയുടെ മകനാണ്. എ എന്നത് ബിയുടെ മകനാണ്. ബി എന്ന് പറയുന്ന വ്യക്തിയുടെ മകനാണ്. മകൻ ആണുങ്ങൾക്കല്ല സ്ക്വയർ ബ്രാക്കറ്റും അല്ല സ്ക്വയറും, സ്ത്രീ ജനങ്ങൾക്കെല്ലാം വട്ടം ഇടാം. ബിയുടെ മകനാണ് എ. താഴോട്ട് വരയ്ക്കണം കേട്ടോ. ബിയുടെ മകനാണ് എ. എ എന്നത് ബിയുടെ മകനാണ്. സി എന്നത് എയുടെ ഭാര്യയാണ്. എയുടെ ഭാര്യ ഭർത്താക്കന്മാർക്ക് ഇങ്ങനെ എടുക്കാം. സി എന്നത് എയുടെ, സി സ്ത്രീയാണല്ലോ, അപ്പോൾ ഒരു വട്ടം ഇട്ട് കൊടുക്കാം. സി എന്നത് എയുടെ ഭാര്യയാണ്. ഭാര്യ ഭർത്താക്കന്മാർക്ക് ഈ വര എടുക്കാം കേട്ടോ. ഇ എന്നത് സിയുടെ മകളാണ്. അപ്പം സിയുടെ മകളാണ് ഇ. ഓക്കെ, അപ്പൊ എയുടെ മകളാണ്. എന്തായാലും എയുടെ മകളാണ് കേട്ടോ. ഇവരെ രണ്ടുപേരുടെയും കൂടെ മകളാണ് ഇ. എങ്കിൽ ബിയും ഇയും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നത്? ബിയുടെ മകന്റെ മകൾ, മകന്റെ മകളാണ്. ബിയുടെ മകന്റെ മകൾ എന്ന് പറയുമ്പോൾ കൊച്ചുമകളായി. കൊച്ചുമകൾ എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ബി ഉത്തരം. ഓക്കെ, ബിയുമായി ഇ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നത്? ഈ മകളാണ് മകന്റെ മകൾ, കൊച്ചുമകൾ. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിയാലോ? അടുത്ത ക്വസ്റ്റ്യൻ 10 18 45 150. 10 18 എന്ത് സംഭവിച്ചു? 8 കൂടി. 18 45 45 നിന്ന് 18 പോവാം കേട്ടോ. 8 7 15, 3 1 2 27. ഇത്രയും ഇത് രണ്ട് കാണുമ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു ബന്ധം. 8 എന്ന് പറഞ്ഞാൽ 2ന്റെ ക്യൂബും 27 എന്ന് പറഞ്ഞാൽ 3ന്റെ ക്യൂബും ആണ്. ഒരു ഭാഗ്യ പരീക്ഷണം നമുക്ക് അല്ല, ഭാഗ്യം ഉണ്ടെങ്കിൽ അടുത്തത് ഒരു ക്യൂബ് നമ്പർ കിട്ടും കേട്ടോ. ഇല്ല വേറെ ചിന്തയും കൊണ്ട് ഇറങ്ങേണ്ടി വരും. 9 ൽ 5 പോയാൽ 4, 10 ൽ 4 6, രക്ഷപ്പെട്ടില്ലേ? 64. 64 എന്ന് പറഞ്ഞാൽ 4ന്റെ ക്യൂബ് അല്ലേ? അപ്പൊ 3ന്റെ ക്യൂബ്, സോറി 2ന്റെ ക്യൂബ്, 3ന്റെ ക്യൂബ്, 4ന്റെ ക്യൂബ്. അപ്പൊ ഉറപ്പായിട്ടും ഇനി അടുത്ത 5ന്റെ ക്യൂബ് എഴുതണ്ടേ? 5ന്റെ ക്യൂബ് ആരാ? 125. അപ്പൊ 125 ആഡ് ചെയ്താൽ മതി. അപ്പൊ 109നോടൊപ്പം 125 ആഡ് ചെയ്യണം. 9 5 14 1 3 2 234. ഓപ്ഷനിൽ ഉണ്ട് താന്. ഓപ്ഷൻ ബി ഉത്തരം. 9ാമത്തെ ചോദ്യം. 2016 ജൂലൈ 19 വെള്ളിയാഴ്ച ദിവസം ജനിച്ച കുഞ്ഞിന്, ശ്രദ്ധിക്കണം, 2016 ജൂലൈ 19 വെള്ളി ജനിച്ച കുഞ്ഞിന് 4 വയസ്സ് പൂർത്തിയായ ജന്മദിനം വരുന്നത് ഏത് ദിവസം? 4 വയസ്സ് പൂർത്തിയാവുന്നത് 4 കൂട്ടണം, 2020 1 വയസ്സ് പൂർത്തിയാകുന്നത് 2017 1 കൂട്ടിയാൽ പോരെ. അപ്പൊ 4 വയസ്സ് പൂർത്തിയാകുന്നത് 2020 ഡേറ്റ് ഓഫ് ബർത്ത് എന്നാ? ജൂലൈ 19. ഇത് ഏത് ദിവസമാണെന്നാ ക്വസ്റ്റ്യൻ. 2020 ജൂലൈ 19 ഏത് ദിവസമാണെന്ന് നോക്കണം. ഓക്കെ, നമുക്ക് നോക്ക്. മാസവും ഡേറ്റും സെയിം ആണെങ്കിൽ നിങ്ങൾ വർഷത്തിലേക്ക് നോക്കണം കേട്ടോ. 2 നമ്പർ നിങ്ങൾ ഉപയോഗിക്കാനുണ്ട്. വർഷത്തിലേക്ക് നോക്കുക, വർഷങ്ങളുടെ വ്യത്യാസം എടുക്കണം. മാസവും ഡേറ്റും സെയിം ആണെങ്കിൽ നിങ്ങൾ വർഷങ്ങളുടെ വ്യത്യാസം എടുക്കണം. 2020 2016 തമ്മിലുള്ള വ്യത്യാസം 4. എന്നിട്ട് ഈ 2016 ജൂലൈ 19 ശേഷം 2020 ജൂലൈ 19 വരെ എത്ര ഫെബ്രുവരി 29 വരുമെന്ന് നോക്കണം. ഫെബ്രുവരി 29 എവിടെ വരുന്നത്? ലീപ്പ് ഇയർ അല്ല. 2016 ഫെബ്രുവരി 29 വരും, പക്ഷെ ജൂലൈ 19 ശേഷം വരുമോ? വരത്തില്ല. ഇപ്പൊ 2016 ഒഴിവാക്കാം. പിന്നെ 2016 കഴിഞ്ഞാൽ പിന്നെ അടുത്ത 4 വർഷം കഴിഞ്ഞുള്ള 2020 വീണ്ടും ഫെബ്രുവരി 29 വരുന്നത്. ലീപ്പ് ഇയറിലെ വരത്തുള്ളൂ. ഇത് ലീപ്പ് ഇയർ ആണ്. ഇപ്പൊ 2020 ഫെബ്രുവരി 29 ഉണ്ട്. ജൂലൈ 19 ഡേറ്റ് ആണത്. അപ്പൊ അത് വരണം, ഒരെണ്ണം വരും. അപ്പൊ 4 ഒന്നുകൂടെ കൂട്ടിയാൽ 5. ഈ 5 എടുത്ത് ഇവിടെ കൂട്ടുന്നതായിരിക്കും നമ്മുടെ ദിവസം. അതായത് മാസവും ഡേറ്റും സെയിം ആണ്. നിങ്ങൾ 2 നമ്പർ നോക്കുക. 1 വർഷങ്ങളുടെ വ്യത്യാസം, 2 ഇതിനിടയ്ക്ക് ഈ തീയതിക്കും ഈ തീയതിക്കും ഇടയ്ക്ക് എത്ര ഫെബ്രുവരി 29 വരും? ഫെബ്രുവരി 29 എന്ന തീയതി വരും. 2020 വരുന്നോള്. അപ്പൊ 1 4 1 കൂടെ കൂട്ടി 5. ആ 5 വെള്ളിയോടൊപ്പം കൂട്ടുന്നത് ഉത്തരം. വെള്ളി കഴിഞ്ഞിട്ടെണ്ണണം കേട്ടോ. ശനി ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ. ഉത്തരം ബുധൻ. അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓക്കെ, 10ാമത്തെ ക്വസ്റ്റ്യൻ. മൾട്ടിപ്ലിക്കേഷൻ അത് പ്ലസ് അങ്ങനെ ഓരോന്ന്. അങ്ങനെയാണ് ഇതിന്റെ വലിയ ചോദ്യം. നമുക്ക് നോക്കിയാലോ. 13 മൾട്ടിപ്ലിക്കേഷനാ. മൾട്ടിപ്ലിക്കേഷൻ എന്നത് എന്തുവാ നോക്കുക. മൾട്ടിപ്ലിക്കേഷൻ എന്നത് പ്ലസ്. അപ്പൊ അവിടെ പ്ലസ് കൊടുക്കുക. +5
മൈനസ് എന്തോ നോക്ക്, മൈനസ് എന്നത് മൾട്ടിപ്ലിക്കേഷൻ, അപ്പൊ അവിടെ മൾട്ടിപ്ലിക്കേഷൻ കൊടുക്കുക 20. പ്ലസ് എന്തോ നോക്ക്, പ്ലസ് എന്നത് ഡിവിഷൻ, അപ്പൊ ആ പ്ലസിന്റെ അടുത്ത് ഡിവിഷൻ കൊടുക്കുക +10. ഡിവിഷൻ എന്തോ നോക്ക്, ഡിവിഷൻ എന്നത് മൈനസ്, ഇവിടെ മൈനസ് കൊടുക്കുക 9. ഓക്കെ, അപ്പൊ സിമ്പിൾ എല്ലാം ചേഞ്ച് ചെയ്യാം. ഇനി ബോട്ട് മാസ് റൂൾ ഫോളോ ചെയ്യാം. ആദ്യം ബ്രാക്കറ്റ് ഉണ്ടോ ഇല്ല, ഓഫ് ഉണ്ടോ ഇല്ല, പിന്നെ ഡിവിഷൻ ചെയ്യാം. ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് കാൽക്കുലേറ്റ് ചെയ്യാം. ബാക്കിയെല്ലാം അനക്കാതെ നോക്കുക. 13 ഇൻറ്റു അല്ല 13 പ്ലസ് 5 ഇൻറ്റു 20 ഡിവൈഡ് ബൈ 10 എത്ര 2 മൈനസ് 9. പിന്നെ ഡിവിഷൻ കഴിഞ്ഞാൽ പിന്നെ ആരെ ചെയ്യാം, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ഈ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു, അപ്പൊ 13 പ്ലസ് 10 മൈനസ് 9. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞാൽ അഡിഷൻ ചെയ്തോ, 13 10 23 മൈനസ് 9. 23 9 തൊട്ട് എത്ര 14 അല്ലേ, 14 9 അല്ലേ 23, ഉത്തരം 14, ഓപ്ഷൻ ഡി. ഓക്കെ, ക്വസ്റ്റ്യൻ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ കമന്റ് ചെയ്തോ. അപ്പൊ തൽക്കാലം ഞാൻ നിർത്തുകയാണ്. എല്ലാവർക്കും നന്ദി.